ആറന്മുള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. പുതിയതായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കിയാൽ പ്രതിസന്ധി ചെറിയൊരു അളവ് വരെയെങ്കിലും പരിഹരിക്കാമാകുമെന്നാണ് രക്ഷകർത്താക്കളുടെ അഭിപ്രായം. അപ്രതീക്ഷിതമായി ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. നിലവിൽ 1 മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളെ ഒറ്റ ക്ലാസ് മുറിയിലാണ് ഇന്ന് ഇരുത്തിയിട്ടുള്ളത്. 1972 പണി കഴിപ്പിച്ച 56 വർഷത്തോളം പഴക്കമുള്ള ഈ കെട്ടിടത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗവും ഓഫീസ് മുറികളും സ്റ്റാഫ് റൂമും ലാബുകളും അടക്കം പ്രവർത്തിക്കുന്നത്. അധ്യയന വർഷാരംഭത്തിൽ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നുവെങ്കിലും തേവലക്കര സ്കൂളിലുണ്ടായ അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കെട്ടിടം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തി നോട്ടീസ് നൽകിയത്. കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത പറഞ്ഞു. SSLCക്കും +2-നും 100% വിജയം കൈവരിക്കുന്ന ജില്ലയിലെ തന്നെ അപൂർവം സ്കൂളുകളിലൊന്നിനാണ് ഈ ദുർഗതിയുണ്ടായിട്ടുള്ളതെന്ന് രക്ഷകർത്താക്കൾ പറയുന്നു. പുതിയതായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കിയാൽ പ്രതിസന്ധി ചെറിയൊരു അളവ് വരെയെങ്കിലും പരിഹരിക്കാനാകുമെന്നാണ് രക്ഷകർത്താക്കളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.